എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ ഉസ്താദ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസാ. ബിഗ് ബഡ്ജറ്റ് സീക്വൽ അപരാധങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു കാട്ടപരാധം ആദ്യമായിട്ടാണ്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നു? സ്പൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ സ്പൂഫ് 916 മലങ്കൾട്ട്. കാശ് പോയടാ. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. തെറ്റന്റെ ഭാഗത്താ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ. ആദ്യം മുതൽ അവസാനം വരെ തലകുത്തി മറിഞ്ഞിരിക്കാം. അന്ത അളവുക്കാണ് ശങ്കർ സാർ ഇതിൽ പണി വെച്ചിരിക്കുന്നത്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. കൊണ്ട് കളിക്കുന്ന കളി കാണും. സൈക്കോ താത്തയ്ക്ക് ഒരു സൈക്കോ വില്ലൻ വേണമല്ലോ. അതുകൊണ്ട് നമ്മുടെ SJ സൂര്യ അദ്ദേഹത്തിന്റെ കഥാപാത്രം കാര്യമായിട്ടൊന്നും ഇതിൽ വരുന്നില്ല. അല്ല, ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. എന്നാ പിന്നെ അനുഭവിച്ചോട്ടാ. ഇന്ത്യയിൽ രചനയ്ക്ക് കൊടുത്തല്ല ബ്ലാക്ക് ഷീപ്പ്, അതിന് പകരം താത്തയ്ക്ക് ഇതിൽ പൂച്ചയെ കൊടുത്തേ. DCC ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പൂരത്തെറിയ അവര് പറഞ്ഞത്. ഇപ്പൊ എന്ത് ചെയ്യും? കോപ്പിലെ ഇടപാട്. പിന്നെ സ്പൂഫ് എന്ന നിലയ്ക്ക് ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് വെറുതെ ടീമെല്ലായിട്ട് പോയി കാണുകയാണെങ്കിൽ നല്ല രസമാണ്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഈ സിനിമ കണ്ട് തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ലോകം കൂടുതൽ മനോഹരമായി കാണപ്പെട്ടു. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ ഞാനാ. നീ സജി വീട്ടിൽ തന്നെ ഇരുന്നാ മതി. നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിക്കണ്ടാട്ടാ. ആ മാളിക മുകളിൽ നിന്ന് തോളിലൊരു മാറാപ്പും കയറ്റി ഈ കുടിലിൽ ഇവിടെ കൊണ്ടിരുത്തിയത് അവനാ, എന്റെ മകൻ. രണ്ടാമത് സ്വാതന്ത്ര്യപ്പോർ ലഞ്ചോ. ഇന്ന് രാത്രിയോടെ വാലിബൻ സമാപിച്ചിരിക്കുന്നു. നാളെ മുതൽ വാലിബന്റെ സമാധി ആചരിക്കുന്നതായിരിക്കും. സാറിന് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് പോവാല്ലേ?